ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു CC സൈബർ ക്യാമ്പസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ 2025 ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളതും അത്യാവശ്യം ഒരുപാട് വേക്കൻസീസ് ഉള്ളതുമായ ജോബ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ടോപ്പിൽ വരുന്ന 2 ജോബ്സ് ആണ്. ഒന്ന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും, 2 ഡെവലപ്മെൻറ്റ് അഥവാ കോഡിങ്ങും. അപ്പോൾ ഇതിൽ ഏതൊരാൾക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്. രണ്ടും ഇൻ ഡിമാൻഡ് സ്കിൽസ് തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ ഇപ്പോൾ ഏഴ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ 2025 ഇതിൽ ഏത് ജോബ് അല്ലെങ്കിൽ സ്കില്ല് നിങ്ങൾക്ക് ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അതിനൊരു ക്ലാരിറ്റി വരുത്താനാണ് ഞാനിന്ന് വന്നേക്കുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടും ആഡ് റൺ ചെയ്തിട്ടും ഒക്കെ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നത്. അതുപോലെ കോഡേഴ്സിനെ നോക്കിയാലും അവരും അത്യാവശ്യം മന്ത്ലി നല്ലപോലെ ഏൺ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമ്മളൊരു കരിയർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇത് മാത്രം ആലോചിച്ചാൽ മതിയോ? കാരണം നമ്മുടെ കരിയർ അല്ലെങ്കിൽ ജോബ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ എല്ലാ ആസ്പെക്റ്റിനെയും ബാധിക്കും. ഈവൻ ഹെൽത്ത്, ഫാമിലി, മാരേജ്, ലൈഫ് സ്റ്റൈൽ എല്ലാത്തിനെയും ബാധിക്കുന്നതാണ് ഈ കരിയർ എന്ന് പറയുന്ന ഒറ്റ ഏരിയ. അപ്പോൾ അത് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഇതുപോലൊരു സിനാരിയോയിൽ, കാരണം എല്ലാവരും അഡ്വാൻസ്ഡ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഡേയ്സിൽ നമ്മൾ കരിയർ ചൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ആലോചിക്കണം. സോ നിങ്ങൾക്ക് 2025 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണോ ഡെവലപ്മെൻ്റ് ആണോ വേണ്ടതെന്നുള്ളത് ഇന്ന് തന്നെ ഡിസൈഡ് ചെയ്യാം. നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെയും കോഡിങ്ങിൻ്റെയും ഡെഫിനിഷൻസ് ഇല്ലാത്ത ഇത് മുന്നോട്ട് പോവില്ല. അപ്പോൾ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് ആദ്യം നോക്കാം. പ്രൊമോട്ടിംഗ് പ്രൊഡക്ട്സ് ഓർ സർവീസസ് ഓൺലൈൻ യൂസിങ് സോഷ്യൽ മീഡിയ, ആഡ്സ്, SEO എക്സെട്ര. അതായത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആയ SEO, സോഷ്യൽ മീഡിയ, ആഡ്സ് ഇതുവഴി നമ്മൾ പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുവാണെങ്കിൽ അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഡെഫിനിഷൻ തന്നെയാണ്, എങ്കിൽ കൂടെ ഒന്ന് മനസ്സിലാക്കുക എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ നേച്ചർ വരുന്നതെന്ന്. ബേസിക്കലി ഇത് പ്രൊമോഷനാണ് അല്ലെങ്കിൽ പ്രൊമോട്ടിംഗ് ആണ്. നമുക്കിനി കോഡിങ് എന്താണെന്ന് നോക്കാം. കോഡിങ്ങിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരിക. റൈറ്റിംഗ് കോഡ് ഫോർ വെബ്സൈറ്റ്, സോഫ്റ്റ്വെയർസ്, ആപ്സ്, AI ടൂൾസ് എക്സെട്ര. ഇപ്പോൾ AI ടൂൾസ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നായിരിക്കും. കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയാം. നമുക്ക് ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ, നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ഇതിനൊക്കെ കോഡുകൾ ആവശ്യമാണ്. അപ്പോൾ ഇതുപോലുള്ള ടെക് റിലേറ്റഡ് പ്ലാറ്റ്ഫോംസിൻ്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് കോഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെയും കോഡിങ്ങിൻ്റെയും കരിയർ സ്കോപ്പും ജോബ് ഡിമാൻഡ് നോക്കാം. ഇതിൻ്റെ ഗ്രോത്ത് വൈസ് നോക്കുമ്പോൾ എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഗ്രോത്ത് വരുന്നത്? ഹൈ ആണ്. നിങ്ങൾക്കറിയാം എല്ലാ ഇൻഡസ്ട്രീസിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണം. അതിൻ്റെ ഒരു ഗ്രോത്ത് ലെവൽ എന്ന് പറയുന്നത് ഹൈ ആണ്. അല്ലാതെ വളരെ സ്ലോലി മൂവ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി അല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഹൈലി ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എല്ലാ ഇൻഡസ്ട്രീസിലും അതിന് ഡിമാൻഡ് ഉണ്ട്, ഗ്രോത്തും ഹൈ ആണ്. അതേസമയം കോഡിങ് നോക്കുമ്പോഴും അഫ്കോഴ്സ് അതിനും ഗ്രോത്ത് ഹൈ ആണ്. പക്ഷേ എല്ലാ ഇൻഡസ്ട്രീസിനും കോഡേഴ്സിനും ആവശ്യമില്ല. ടെക് കമ്പനീസിനും സ്റ്റാർട്ടപ്സിനുമാണ് കോഡ് വേണ്ടത്. ഇനി നമുക്ക് റിമോട്ട് വർക്കിൻ്റെ കേസ് നോക്കാം. നമുക്കിപ്പോൾ എല്ലാവർക്കും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ജോബ്സ് ആയിരിക്കും വേണ്ടത്. ഇപ്പോൾ ഹൗസ് വൈഫ്സ്, എസ്പെഷ്യലി സ്ത്രീകൾക്കൊക്കെ റിമോട്ട് വർക്ക് കിട്ടിയാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ റിമോട്ട് വർക്കിൻ്റെ കേസിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഈസിലി പോസിബിൾ ആണ്. അതായത് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ളൊരു വർക്ക് ക്ലയൻറ്റുമായിട്ടൊക്കെ സംസാരിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യണമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആണ്. അതേസമയം കോഡിങ്ങിന് അവൈലബിൾ ആണ്, റിമോട്ട് വർക്ക്സ് അവൈലബിൾ ആണ്. പക്ഷെ ചില കമ്പനീസിൻ്റെ നേച്ചർ ഇപ്പം നമുക്ക് കുറച്ചുകൂടെ ഒരു സിസ്റ്റമാറ്റിക്കലി പോകുന്ന ടാസ്ക് ബേസ്ഡ് ആയിട്ട് പോകുന്ന സാധനമാണ് കോഡിംഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വേറെ ഡെവലപ്പേഴ്സുമായിട്ടൊക്കെ കൊളാബ് ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യേണ്ടി വരിക. അപ്പോൾ കോഡിങ്ങിന് പോസിബിൾ ആണ്, അവൈലബിൾ ആണ്. എങ്കിൽ കൂടെ റിമോട്ട് വർക്കിൻ്റെ കേസ് എത്തുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കുറച്ചുകൂടി ഈസിലി പോസിബിൾ ആണ്. കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് നമുക്ക് ബൗണ്ടറീസ് കുറവാണ് കോഡേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്. അപ്പോൾ രണ്ടിനും റിമോട്ട് വർക്ക് അവൈലബിൾ ആണ്. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ്. അടുത്ത് നമുക്ക് ഡിമാൻഡ് നോക്കാം. എവിടെയൊക്കെയാണ് ഇതിന് ഡിമാൻഡ് വരുന്നത്? ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കേസിൽ സ്റ്റാർട്ടപ്സിനും ഏജൻസീസിനും ഫ്രീലാൻസേഴ്സിനൊക്കെ അത്യാവശ്യം ഹൈ ഡിമാൻഡാണ്. അപ്പോൾ ഈ പറയുന്ന ഏരിയാസിലൊക്കെ നിങ്ങൾക്ക് ജോബും പോസിബിൾ ആണ്. അതേസമയം കോഡിംഗ് ആകുമ്പോൾ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസും MNCസും ആണ് ഡെവലപ്പേഴ്സിനെ കൂടുതലായിട്ട് ഹയർ ചെയ്യുന്നത്. ഇനി ലേണിംഗ് ടൈം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ്. അതായത് ഇതെല്ലാം നിങ്ങൾക്ക് അത്യാവശ്യം ടാലി ആയി പോകുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ ചെറിയ വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ലേണിംഗ് ടൈം എന്ന് പറയുന്നത്
പെട്ടെന്നൊരു ജോബിലോട്ട് ലാൻഡ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്ക് എന്തുകൊണ്ടും, ഒരു സാധാരണക്കാരന് എന്തുകൊണ്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് സ്യൂട്ടബിൾ. അതായത് 3 to 6 months കൊണ്ട് നിങ്ങൾക്ക് ക്യാമ്പയിൻസ് ചെയ്യാനും SEO ചെയ്യാനും എല്ലാം പഠിക്കാൻ പറ്റും. അതേസമയം നിങ്ങൾക്കൊരു ഇൻഡെപ്ത് ആയിട്ട് ഒരു ജോബ് റെഡി ആയിട്ട് നിങ്ങൾക്ക് മാറണം എന്നുണ്ടെങ്കിൽ 6 to 12 months, ഏകദേശം ഒരു 1 year നിങ്ങൾക്ക് പഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കമ്പനി തരുന്ന ടാസ്കുകൾ ആസ് എ ഡെവലപ്പർ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റൂ. നമുക്കിപ്പോൾ ഒരു 2 months കൊണ്ട് പഠിക്കാൻ പറ്റിയ കോഴ്സുകളായിട്ട് കോഡിങ്ങും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ ഒരു ജോബിലോട്ട് പോകുമ്പോൾ നമുക്കിത് ആവശ്യം വരുന്നത് ഏകദേശം 3 to 6 months 6 to 12 months ആണ് ഇതിന് വരുന്ന ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ലേണിംഗ് ടൈം അല്ലെങ്കിൽ ആ ലേണിംഗ് കർവ് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കുറച്ച് കുറവാണ്, കോഡിങ്ങിൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഏകദേശം ഇത് നിങ്ങൾക്ക് കരിയർ ആൻഡ് സ്കോപ്പും ജോബ് ഡിമാൻഡും മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. സ്കോപ്പും ഡിമാൻഡും ഒക്കെ രണ്ടിനും ഈക്വലി ആണ്, അല്ലെങ്കിൽ രണ്ടിനും ഹൈ ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പം ജോബിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇത്രയും സ്കോപ്പ് ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇൻകം ആരും അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറയാറില്ല. അപ്പം നമ്മളിപ്പോൾ ഈ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇൻകം എങ്ങനെയാണ്, അതിൻ്റെ ഒരു റഫ് ഫിഗറാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഒരു എൻട്രി ലെവൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഏകദേശം ഇപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു 15K തൊട്ട് 35K വരെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്, എൻട്രി ലെവലാണേ. അതേസമയം എൻട്രി ലെവൽ ഡെവലപ്പർക്ക് കുറച്ചുകൂടെ ഹൈ ആണ്, എന്തായാലും 15നേക്കാളും കുറച്ചുകൂടെ കൂടുതലാണ് 25 എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ലോജിക്കലി നോക്കിയാൽ മനസ്സിലാവും. എന്തുകൊണ്ടാണെങ്കിലും ഒരു എൻട്രി ലെവൽ MNCസിലൊക്കെ നിങ്ങൾക്ക് എൻട്രി കിട്ടുവാണെങ്കിൽ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് ആസ് എ ഫ്രഷർ എക്സ്പെക്റ്റ് ചെയ്യാം. അതേസമയം ഒരു ലോങ് ടേം ഡിജിറ്റൽ മാർക്കറ്റർക്ക് മന്ത്ലി നമുക്ക് 1 lakh+ ഏൺ ചെയ്യാൻ പറ്റും. ജോബ് മാത്രമല്ല, നമുക്ക് ക്ലയൻസും ഫ്രീലാൻസിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈസിലി പോസിബിൾ ആണ്. അതേപോലെ ലോങ് ടേം ആയിട്ട് ഡെവലപ്പറുടെ കേസ് എടുക്കുമ്പോൾ 1.5 lakh ആണ് ഏകദേശം മന്ത്ലി കിട്ടുന്നത്, MNCസിലും സ്റ്റാർട്ടപ്സിലും ഒക്കെ ആയിട്ട്. മേ ബി ഡിജിറ്റൽ മാർക്കറ്റർക്ക് 1 lakh എത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ കോഡർക്കാണെങ്കിലും 1.5 lakh എത്തിക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങൾ കറക്റ്റ്ലി ട്രെയിൻഡ് ആണ്, നിങ്ങൾക്ക് ടാസ്കുകൾ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും, ഇൻഡെപ്ത് നോളേജ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലും കോഡിങ്ങിലും ഉണ്ട്. ഇങ്ങനെയുള്ള കേസിലാണ് നമുക്ക് മന്ത്ലി 1 lakh അല്ലെങ്കിൽ 1.5 lakh ഏൺ ചെയ്യാൻ പറ്റുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കേസിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഓപ്ഷൻസ് ഉണ്ട്, ഫ്രീലാൻസിങ് വഴിയും പുറത്തുള്ള ക്ലയൻസ് വഴിയൊക്കെ 1 lakh എത്തിക്കാം. പക്ഷേ കോഡേഴ്സിൻ്റെ കേസിലെത്തുമ്പോൾ നമുക്ക് MNCസിലും സ്റ്റാർട്ടപ്സിലൊക്കെ 1.5 lakhs നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ലെവലാണ് വരുന്നത്. പക്ഷെ നിങ്ങൾ കറക്റ്റായിട്ട് സ്കിൽഡ് ആണ്, നിങ്ങൾക്ക് കറക്റ്റ് എക്സ്പീരിയൻസ് നോളേജും ഉണ്ടെങ്കിൽ ഈ ഒരു ഫിഗറും നിങ്ങൾക്ക് മന്ത്ലി ഏൺ ചെയ്യാൻ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഒരു എൻട്രി ലെവലിൽ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനേക്കാളും കുറച്ച് കൂടുതൽ ഏൺ ചെയ്യാൻ വെബ് ഡെവലപ്മെൻറ്റ് വഴി പറ്റും. എങ്കിൽ പോലും നമ്മൾ ലോങ് ടേം ആയിട്ട് നോക്കുമ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഡെവലപ്പറുടെ അത്രയും ഏൺ ചെയ്യാൻ ലോങ് ടേം വഴി നടക്കും എന്നാണ് നമുക്ക് ഇതുവഴി മനസ്സിലാവുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞു, സാലറി വൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നിങ്ങൾക്കിത് സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെ സ്കിൽസാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും കോഡിങ്ങും ഡിമാൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ അഫ്കോഴ്സ് ക്രിയേറ്റിവിറ്റി വേണം, കമ്മ്യൂണിക്കേഷൻ വേണം. കാരണം നമുക്ക് ക്ലയൻറ്റുമായിട്ടും ബാക്കിയുള്ള ഡിസൈനേഴ്സുമായിട്ടും ഡെവലപ്പേഴ്സുമായിട്ടും ഒക്കെ കോർഡിനേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്കില്ലാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിലുള്ള ഒരു കമാൻഡ് മാത്രമല്ല, നിങ്ങൾക്ക് എത്ര ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റുന്നു, അടുത്തുള്ള ആളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കണ്ടന്റ് ക്രിയേഷൻ. നമ്മൾ ക്രിയേറ്റേഴ്സാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കേസിൽ വരുമ്പോൾ നമുക്ക് യുണീക്ക് ഐഡിയാസ് വേണം, അത് കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഒക്കെ പറ്റണം. നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്ന് പറയുന്നത് ക്യാൻവ, മെറ്റാഡ്സ് പോലുള്ള ടൂൾസ് ആയിരിക്കും. ഇനി കോഡിങ്ങിൻ്റെ കേസിൽ വരുമ്പോൾ ക്രിയേറ്റിവിറ്റി പോലെ തന്നെ കോഡിങ്ങിൽ ബേസിക്കലി നമുക്ക് ആവശ്യമുള്ളത് ലോജിക്കൽ തിങ്കിങ് ആണ്. ലോജിക്കലി തിങ്ക് ചെയ്യാനും പസിൽസ് സോൾവ് ചെയ്യാനും ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരാൾക്ക് കോഡിങ് നല്ലൊരു കരിയർ ആയിരിക്കും. ഇനി അടുത്തത് വേണ്ടത് പ്രോബ്ലം സോൾവിങ് ആണ്. ബേസിക്കലി ഒരു പ്രോബ്ലം സോൾവിങ് മെൻറ്റാലിറ്റി എല്ലാ കോഡേഴ്സിനും എല്ലാ ഡെവലപ്പേഴ്സിനും വേണം. ഇനി അവർ ഡീൽ ചെയ്യാം മാത്സ് അല്ലെങ്കിൽ ഡേറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം നോളേജ് ഒക്കെ ഉള്ള ആളുകൾക്കായിരിക്കും കോഡിങ് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആവുന്നത്. ഇനി
പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പൈത്ത, ജാവ ഇതുപോലുള്ള ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിരിക്കും അവർ യൂസ് ചെയ്യുക. അതേസമയം ഇവിടെ നമ്മൾ ക്യാൻവയും മെറ്റാ ആഡ്സും ആണ്. അപ്പോൾ എന്തൊക്കെ സ്കില്ലാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്? ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഈ പറയുന്ന പോലെ കുറച്ചുകൂടി ഒരു ക്രിയേറ്റീവ് സൈഡിലോട്ടുള്ള ജോബാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ. കോഡിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു ലോജിക്കൽ സൈഡിലോട്ടാണ് കോഡിംഗ് പോകുന്നത്. നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്കുമായിട്ടാണ് ഈ വീഡിയോ തുടങ്ങിയത്. എനിക്ക് സ്യൂട്ടബിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണോ കോഡിംഗ് ആണോ? സോ വിച്ച് കരിയർ ഈസ് റൈറ്റ് ഫോർ യു? അത് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങും കോഡിങ്ങും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുവിധം എല്ലാ ഡിമാൻഡും ഗ്രോത്തും എല്ലാം ഈക്വൽ ആണ്. പക്ഷേ കുറച്ചുകൂടെ ക്രിയേറ്റീവ് സൈഡിലാണ് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്നത്. കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. പക്ഷെ കോഡിംഗ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണെങ്കിൽ കൂടെ കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നിങ്ങൾ മെറ്റാ ആഡ്സും ക്യാൻവയും വെബ്സൈറ്റിലും ഒക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുക. അതേസമയം കോഡിങ്ങിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഗിറ്റ് ഹബും വിഷ്വൽ സ്റ്റുഡിയോ കോഡും ടെർമിനൽ കമാൻഡ്സും ഒക്കെ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ രണ്ടിൻ്റെ നേച്ചർ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ എയുടെ കേസ്, AI രണ്ടെണ്ണത്തിലും ഒരു ഭീഷണി തന്നെയാണ്. കാരണം രണ്ടിലും അപ്ഡേറ്റഡ് ആയിട്ട് എല്ലാ ടൂൾസും ഇപ്പോൾ ക്യാൻവ ആണെങ്കിലും ക്യാൻവ AI വന്നിട്ടുണ്ട്. ഗിറ്റ് ഹബിൽ AIയുടെ ഫീച്ചേഴ്സ് ഉണ്ട്. AI യൂസ് ചെയ്ത് കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് കോഡിങ്ങും ഡെവലപ്മെൻറ്റും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ AI അറിയുന്ന ഒരാൾ രണ്ട് കേസിലും നമുക്ക് ഒരു കോമ്പറ്റീറ്റർ തന്നെയാണ്. അപ്പോൾ AI എന്ന് പറയുന്നത് രണ്ട് ഫീൽഡിനെയും ബാധിക്കുന്ന ഒരു സാധനം തന്നെയാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ കുറച്ചുകൂടെ ബ്രാൻഡ് വിസിബിലിറ്റി കൂട്ടാനും കമ്പനിക്ക് റവന്യൂ കൂടുതൽ ഉണ്ടാക്കാനുള്ള ഒരു സൈഡിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുക. കോഡിംഗ് ആകുമ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ സോഫ്റ്റ്വെയർസും ആപ്പും ഇതുപോലുള്ള പ്രൊഡക്ട്സ് നമ്മൾ ബിൽഡ് ചെയ്യും. ഇപ്പോഴും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ സൈബർ ക്യാമ്പസ് ഉണ്ട്. നമുക്കിവിടെ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ചിലർക്ക് ഉണ്ടാവും വൈ നോട്ട് ബോത്ത്, രണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് പഠിച്ചുകൂടാ? ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാൾക്ക് ബേസിക് കോഡിംഗ് സ്കിൽസ് അവർക്ക് അവരുടെ പ്രൊഫൈൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഒരു വെബ് ഡെവലപ്പർക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കിൽസ് ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഡിജിറ്റൽ പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാൻ വേറെ ആരുടെയും ഹെൽപ്പ് ആവശ്യമില്ല. അപ്പോൾ രണ്ടും കൊണ്ടുപോകാം. അത്യാവശ്യം ക്യൂരിയസ് ആയിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് രണ്ടും പാരലലി കൊണ്ടുപോകാനും പറ്റും. സോ 2025 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിലും കോഡിംഗ് ആണെങ്കിലും ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള സ്കിൽസ് തന്നെയാണ്. പക്ഷേ ആസ് എ പേഴ്സൺ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് ഏത് സൈഡിലോട്ടാണ്? ക്രിയേറ്റീവ് സൈഡിലോട്ടാണോ ലോജിക്കൽ തിങ്കിങ്ങിലോട്ടാണോ നിങ്ങൾ കൂടുതൽ പോകുന്നത്? അത് ചൂസ് ചെയ്തിട്ട് വേണം ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിങ്ങും കോഡിങ്ങും ഏത് വേണം എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ സൈബർ ക്യാമ്പസിൽ ഒരുപാട് സ്റ്റുഡൻസ് റേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മിസ് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും പഠിക്കണം, അതേസമയം എനിക്ക് കോഡിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഒരു വേഗ് ഐഡിയ ആയിട്ട് വരുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. സോ ഇതുപോലുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു കോൺസെപ്റ്റുമായിട്ട് വന്നത്. സോ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ബൈ.